പാലക്കാട്ടെ പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ മാറണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടി നേതൃനിരയിൽ നിന്നും ശക്തമായി ഉയർന്നത്. എന്നാൽ ബി.ജെ.പിയുടെ പരാജയത്തെ തുടർന്ന് ബി.ജെ.പിയുടെ അധ്യക്ഷൻ രാജിവെക്കണമായിരുന്നുവെങ്കിൽ താനടക്കമുള്ളവർ മത്സരിച്ചിരുന്ന കാലത്ത് ദയനീയമായി പരാജയപ്പെട്ട സാഹചര്യത്തിൽ അന്ന് ഒരു ബി.ജെ.പി. അധ്യക്ഷൻ രാജിവെച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സുരേന്ദ്രൻ അതിന് നൽകിയ മറുപടി. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ താൻ രാജിവെക്കാൻ തയ്യാറാണ് എന്നുമായിരുന്നു. എന്നാൽ പരാജയത്തെ തുടർന്ന് രാജി ആവശ്യപ്പെട്ട നേതൃനിരയിലെ ചില നേതാക്കന്മാർ നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ പ്രാദേശിക തലത്തിലെ നേതാക്കന്മാരെ, പ്രാദേശിക അണികളെ, നിരവധി പേരെ ബി.ജെ.പിയിലേക്ക് കെ സുരേന്ദ്രൻ എത്തിക്കുകയും ചെയ്തത്. അങ്ങനെ കെ സുരേന്ദ്രൻ മാറണോ എന്ന ചോദ്യത്തിന് ബലം ഏറുകയും കുറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ മാറുകയും അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെ അധ്യക്ഷനായി കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായി ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. കൊടകര കുഴൽപ്പണ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുമൊക്കെ ബന്ധപ്പെട്ട ബി.ജെ.പിയും CPM-ഉം തമ്മിലൊരു ധാരണയുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുന്നത് കെ സുരേന്ദ്രനാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വാദമൊക്കെ ആ സമയങ്ങളിൽ ബി.ജെ.പിയിൽ നിന്ന് ശക്തമായി ഉയർന്നിരുന്നതുമാണ്. ആ ആരോപണം കോൺഗ്രസും കാര്യമായ രീതിയിൽ ഒരു ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ മാറുമ്പോൾ അവിടേക്ക് വരാൻ പോകുന്ന അധ്യക്ഷൻ ഇനി ഈ ആരോപണങ്ങളെ ഏതൊക്കെ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകും, കെ സുരേന്ദ്രൻ കൈകാര്യം ചെയ്തതുപോലെ അല്ലാതെ ശക്തമായ രീതിയിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഈ പ്രശ്നങ്ങൾ അന്വേഷിച്ച് ഇതിനെതിരെ ശക്തമായ സമരങ്ങളുമായി മുൻനിരയിലേക്ക് എത്തിക്കും എന്നുള്ള വാദങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ബി.ജെ.പി. അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ബാന്ധവം കാര്യമായ രീതിയിലൊരു ആയുധമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചിരുന്നു. ആ കാരണത്താലാണ് കൊടകര കുഴൽപ്പണ കേസും മുഖ്യമന്ത്രിയുടെ മകളുടെ മുകളിൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളിലൊന്നും കേന്ദ്ര ഏജൻസി ഇടപെടാതിരിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അതിലെ ആദ്യഘട്ടത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയും പിന്നീട് തണുപ്പിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കെ സുരേന്ദ്രനാണ് എന്ന വാദം കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ഉയർത്തിയിരുന്നതാണ്. ഇനി കെ സുരേന്ദ്രനെ അവിടെ നിന്ന് മാറ്റി മറ്റ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകളാണ് ബി.ജെ.പി. മുൻപോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള അനൗദ്യോഗികമായ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ബൂത്ത് തലത്തിലുള്ള പുനഃസംഘടനയുടെ കാര്യങ്ങൾ ബി.ജെ.പി. മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ബൂത്ത് തലത്തിന് ശേഷം മണ്ഡലം തലത്തിലുള്ള പുനഃസംഘടന ഉണ്ടാകും. ആ മണ്ഡലം പുനഃസംഘടനയ്ക്ക് ശേഷമായിരിക്കും ജില്ലാ സംസ്ഥാന പുനഃസംഘടന ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ വരാൻ പോകുന്ന ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ മാറുകയും അവിടേക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി കേൾക്കുന്ന രണ്ട് പേരുകൾ, ഒന്ന് എം.ടി. രമേശിൻ്റെയും മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ്റെയും പേരാണ്. എം.ടി. രമേശിനെ സംബന്ധിച്ച് RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് എം.ടി. രമേശ്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ മത്സരിച്ച കാലത്തെല്ലാം ബി.ജെ.പിക്ക് വോട്ട് വർധന ഉണ്ടാക്കുവാൻ സഹായിക്കുകയും അതിനോടൊപ്പം പ്രാദേശിക തലത്തിൽ ബി.ജെ.പിയെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ഒക്കെ ചെയ്ത നേതാവാണ് എം.ടി. രമേശ്. അതുകൊണ്ടാണ് എം.ടി. രമേശിൻ്റെ പേര് ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി സംഘടന മുൻപോട്ട് വയ്ക്കുന്നത്. ഇവിടെ എം.ടി. രമേശും കെ സുരേന്ദ്രനും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വ്യത്യസ്ത ചേരിയിൽ നിൽക്കുന്നവരാണ്. ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എം.ടി. രമേശിനെതിരായുള്ള വ്യാജ ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ പിന്നിൽ കെ സുരേന്ദ്രൻ പക്ഷമുണ്ട് എന്ന വാദവും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് എം.ടി. രമേശ് വരികയാണ് എങ്കിൽ കെ സുരേന്ദ്രനുമായി ബന്ധമുള്ളവരെല്ലാം ഭയക്കണം. അവർക്കൊക്കെ പാർട്ടിയിലുള്ള സാധ്യതയും സ്വാധീനതയും ഒക്കെ കുറയുവാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എം.ടി. രമേശിനെ സംബന്ധിച്ച് എം.ടി. രമേശ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ ജനറൽ സെക്രട്ടറി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ, ചില ഉണർവ് ബി.ജെ.പിക്ക് ഉണ്ടാകും. ആ ഉണർവ് ഉണ്ടായാൽ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സഹായകരമാകുമെന്ന ധാരണ ഇപ്പോൾ ബി.ജെ.പിക്കുണ്ട്. ഇനി RSSുമായൊരു കൂടിക്കാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ആ കൂടിക്കാഴ്ചയിൽ RSSുമായുള്ള കൂടിക്കാഴ്ചയിൽ RSS മുൻപോട്ട് വയ്ക്കുന്ന പേരിന് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ടാകും. സ്വാഭാവികമായും RSSൻ്റെ പ്രചാരകനായൊക്കെ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ എം.ടി. രമേശ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യമായിരിക്കണം RSS മുൻപോട്ട് വയ്ക്കുക.
രണ്ടാമതായി കേൾക്കുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ്. പാർട്ടിയുടെ ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ. സ്വാഭാവികമായും സുരേന്ദ്രൻ മാറുമ്പോൾ അവിടേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായ രീതിയിൽ ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉടലെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലെല്ലാം, അത് ആറ്റിങ്ങലാണെങ്കിൽ അങ്ങനെ, അത് ആലപ്പുഴയാണെങ്കിൽ അങ്ങനെ മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ട് വർധന ഉണ്ടാക്കുവാൻ സാധിച്ച കരുത്തയായ ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന പട്ടം പാർട്ടിക്കുള്ളിൽ നിന്ന് ചാർത്തിക്കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ കണക്കുകളും വ്യക്തമാക്കുന്നത് അങ്ങനെ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം ശോഭാ സുരേന്ദ്രന് വോട്ട് വർധന ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയായിരുന്നുവെങ്കിൽ ഇത്രയധികം മാർജിനിൽ രാഹുൽ മാങ്കൂട്ടം വിജയിക്കുകയില്ലായിരുന്നു, ഒരുപക്ഷെ പരാജയപ്പെട്ടു പോകാൻ വരെ സാധ്യതയുണ്ടായിരുന്നു എന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുകയും അത് കെ സുരേന്ദ്രനെതിരായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷയായി വരാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്ന ആളായിരിക്കും BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക. അങ്ങനെ വരുമ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വവുമായൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. സ്വാഭാവികമായും അത്തരത്തിൽ ശോഭാ സുരേന്ദ്രനെയാണ് കേന്ദ്ര നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് എങ്കിൽ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ബൂത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിനുശേഷം മണ്ഡലം തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അത് കഴിയുമ്പോൾ ജില്ലാ തലത്തിൽ, പിന്നെ സംസ്ഥാന തലത്തിൽ എന്തായാലും ഫെബ്രുവരിയോടുകൂടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത ഏറെയുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒന്ന് MT രമേശും മറ്റൊന്ന് ശോഭാ സുരേന്ദ്രനുമാണ്. BJP സംബന്ധിച്ച് ഇപ്പോൾ ഒരു മാറ്റമുണ്ടായാൽ അത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ മുന്നേറ്റം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം BJPയെ സംബന്ധിച്ചുണ്ട്. ഒരു പക്ഷേ കുറച്ച് മണ്ഡലങ്ങളിൽ വിജയിക്കുക എന്ന ധാരണ കൂടി BJPയുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു സ്വാധീന ശക്തിയായി മാറുക എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കുവാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അധ്യക്ഷ സ്ഥാനത്ത്, അതായത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് വരെ മാറ്റങ്ങൾ ഉണ്ടാവുകയും പാർട്ടിയിൽ അടിമുടി ഒരു അഴിച്ചുപണി ഉണ്ടാകുവാനും സാധ്യത ഏറെയാണ് എന്ന് തന്നെയാണ് പരിഗണിക്കേണ്ടത്.